ഈ കർക്കിടക മാസത്തിൽ നമുക്കൊരു ചേനത്തണ്ട് തോരൻ കൂട്ടിയാലോ? അപ്പം നമ്മുടെ ചേനത്തണ്ട് അരിഞ്ഞ് ഉപ്പ് തിരുമ്മി വെച്ചേക്കുവാണ്. ഇനി ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് വേണം അത് തോരനായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പം അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ചിരണ്ടിയത്, പച്ചമുളക്, കരിവേപ്പില, ചുവന്നുള്ളി, മഞ്ഞൾപ്പൊടി, അല്പം ജീരകം, പിന്നെ താളിക്കാനായിട്ട് ചെറുപയർ പരിപ്പ്, കടുക്, ചുവന്നുള്ളി അരിഞ്ഞത്, പിന്നെ കരിവേപ്പില കീറി വെച്ചിരിക്കുന്നത്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം നമ്മൾ കടുക് ഇടുന്നു. അതിന് മുകളിലേക്ക് പയർ പരിപ്പ്, നന്നായിട്ടൊന്ന് ഇളക്കണം. അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞത്, കരിവേപ്പില ഇടുക. ഇത് താളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നന്നായിട്ട് മൂക്കണം. ഇനി അതിലേക്ക് നമുക്ക് ചേനത്തണ്ട് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് വേറെ പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. കാരണം ചേനത്തണ്ടിൻ്റെ അകത്ത് തന്നെ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. നമ്മളിത് പിഴിഞ്ഞ് കളഞ്ഞതാണ്, എന്നാലും ഇതിൽ വെള്ളമുണ്ട്. ഇത് നന്നായിട്ട് കൂടി ചേർക്കുക. ഇതുപോലെ വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ട് വഴന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുക. അതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി മൊത്തം ചേർത്ത് മിക്സ് ചെയ്ത് പിടിപ്പിച്ച് തട്ടിപ്പൊത്തി വെക്കണം. അങ്ങനെ നമ്മുടെ ചേനത്തണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സ്വാദിഷ്ടമായ തോരനാണ്. ഈ കർക്കിടക മാസത്തിൽ ഇങ്ങനെയുള്ള ഇലക്കറികളും തോരനും ഒക്കെ കൂട്ടി ആരോഗ്യം സംരക്ഷിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. താങ്ക് യു.